ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തകൾ സ്ഥിരീകരിക്കുകയാണ്. അതിന് ഉറപ്പാവുകയാണ്. എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ എത്രമാത്രം സങ്കീർണമായിട്ട് മാറിത്തീരും വരും ദിവസങ്ങളിൽ? നമുക്കറിയാം, ഇസ്ലാമിക വിപ്ലവം ഇറാനിലെ, അതിനുശേഷം മിഡിൽ ഈസ്റ്റിലൊക്കെ വലിയ മാറ്റങ്ങളാണ് രൂപപ്പെട്ടത്. അതിന് നേതൃത്വം നൽകിയ ആത്മീയാചാര്യൻ, അതിൻ്റെ ഏറ്റവും വലിയ പരമ നേതാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? വരും ദിവസങ്ങൾ എത്രമാത്രം സങ്കീർണമാണ്? ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടത്തിയ അയത്തുള്ള റൂഹുള്ള ഖമൈനിയുടെ മകനും ഇപ്പോഴത്തെ ആത്മീയ ആചാര്യനും അതുപോലെ തന്നെ റവല്യൂഷണറി ഗാർഡ്സ് ഉൾപ്പെടെയുള്ള സൈന്യത്തിന്റെ പ്രധാന ഘടകങ്ങളുടെ കമാൻഡറുമായ അയത്തുള്ള അലി ഖമൈനി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുത ഇറാൻ അംഗീകരിച്ചിരിക്കുന്നു. അമേരിക്കൻ മാധ്യമങ്ങൾ, CNN ഉൾപ്പെടെയുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ ഇത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോ ഗൗതം ചോദിച്ച പോലെ അയത്തുള്ള അലി ഖമൈനിയുടെ മരണം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ആ ചോദ്യങ്ങള് വെറും ഇറാൻ എന്ന ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നമല്ല ഖമൈനിയുടെ മരണം. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചോദ്യം അവിടെ നിന്ന് ഉയരുന്നു. ഇറാനിലെ 1978-79 ഇറാനിലെ ഭരണകൂടത്തെയും അതുപോലെ ഷായ അവിടെ നിന്ന് പലായനം ചെയ്യാൻ ഇടയാക്കിയ ഇസ്ലാമിക വിപ്ലവം, അത് വെറും ഒരു ഭരണമാറ്റം മാത്രമായിരുന്നില്ല. അതൊരു ഇറാന്റെ, അതായത് അതുവരെ പാശ്ചാത്യ ആഭിമുഖ്യമുള്ള ഒരു മോണർക്കി, ഏകാധിപത്യമായിരുന്ന ഇറാൻ, ഷിയാകളുടെ ഒരു വിലായത്ത്, അതിനെന്തോ അവരുടേതായിട്ടുള്ള പേരുകളൊക്കെ ഉണ്ട്. എനിക്ക് പാർസി ഭാഷ അറിഞ്ഞുകൂടാ. പക്ഷെ അതിന്റെ അർത്ഥം ഇതാണ്: ഷിയാക്കളുടെ ഒരു ഭരണകൂടം അവിടെ നിലവിൽ വന്നു. ആ ഭരണകൂടം പിന്നീട് മധ്യപൂർവേഷ്യയിലാകെ മിഡിൽ ഈസ്റ്റിലാകെ മാറ്റങ്ങൾ വരുന്നു. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആക്സിസ് ഓഫ് അലയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ ഉടലെടുത്തു. ആ ആക്സിസിന്റെ ഭാഗമാണ് യമനിലെ ഹുതികള്, അതുപോലെ ലെബനോണിലെ ഹെസ്ബള്ള, ഇപ്പം ഇറാഖിലും അതുപോലെ ഒരു അലയൻസ് ഉണ്ട്. ശരിക്കും ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ തുടക്കം തന്നെ ഖമനേയിയുടെ സ്ഥാനാരോഹണത്തിന് ശേഷമായി. അതും അതിലൊരു പ്രധാന പങ്ക് വഹിച്ചു. അപ്പോ ഇനി ഈ ഒരു മാറ്റങ്ങൾക്കൊക്കെ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ഇറാനിലെ ഭരണകൂടം പിടിച്ചു നിൽക്കും. ഇറാനിൽ അവർ ഒരു വലിയ പോരാട്ടത്തിലൂടെ അമേരിക്കയുടെ ഈ ആക്രമണത്തെ പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റും. ഒരു ഖമനേയി കൊല്ലപ്പെട്ടു എന്ന് വെച്ചിട്ട് അവിടെ ഈ ഒരു ഇസ്ലാമിക വിപ്ലവത്തെ തുടച്ചു മാറ്റാൻ അമേരിക്കയ്ക്ക് സാധിക്കും? ഇതൊക്കെ ഒരുപാട് വലിയ പ്രസക്തമായ ചോദ്യങ്ങളാണ്. ഇന്ത്യയെ സംബന്ധിച്ച് പ്രസക്തിയുള്ള ചോദ്യങ്ങളാണ്. ഈ ഒരു ചോദ്യത്തിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് അമേരിക്ക ഇവിടെ വളരെ തന്ത്രപൂർവമാണ് പെരുമാറിയത്. അതായത് അവിടെ ഭരണമാറ്റം വരുത്താൻ വേണ്ടി ആഭ്യന്തര കലാപം തുടങ്ങി. 2023 ഹിജാബ് വിരുദ്ധ കലാപം തുടങ്ങിയ മഹിസ അംനി എന്ന യുവതിയുടെ അവരുടെ ഒരു അവർ കൊല്ലപ്പെടുകയുണ്ടായിരുന്നു. അവരെ അനുകൂലിക്കുന്നവർ അത് രക്തസാക്ഷിത്വമായിട്ടും, അവരെ എതിർക്കുന്ന ഖമനേയി ഭരണകൂടം അത് രാജ്യവിരുദ്ധ ഒരു പോരാട്ടത്തിന്റെ അവസാനമായിട്ടുമൊക്കെ അന്ന് വ്യാഖ്യാനിച്ച്. പക്ഷെ ആ പോരാട്ടം പിന്നീട് അവിടെ കെട്ടടങ്ങിയില്ല. അതങ്ങനെ മുന്നോട്ട്. ആ പ്രക്ഷോഭം അന്ന് തുടങ്ങിയ വിദ്യാർത്ഥിനികളുടെ പ്രക്ഷോഭം, പിന്നെ വനിതകളുടെ മുഴുവൻ പ്രക്ഷോഭമാണ്. പിന്നീട് അത് രാജ്യത്തിലെ ഒരു വലിയ ഒരു വിപ്ലവം പോലെ, ഒരു കൗണ്ടർ വിപ്ലവം. അതായത് എങ്ങനെയാണോ ഇസ്ലാമിക വിപ്ലവം ഇറാനിൽ ഭരണമാറ്റം നടത്തിയത്, അതേ രീതിയിൽ മറ്റൊരു മുന്നേറ്റം അവിടെ ഉണ്ടായി. ആ മുന്നേറ്റത്തിന് അമേരിക്ക കയ്യും മെയ്യും മറന്ന് സഹായിച്ചു. നമ്മളൊക്കെ വിചാരിച്ചിരുന്നു ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് ഈ പ്രക്ഷോഭകാരികളെ കൈവിടുമെന്ന്. അയാൾക്ക് കൈവിടാൻ പറ്റത്തില്ലായിരുന്നു. അത് ആഭ്യന്തരമായിട്ട് ട്രംപ് നേരിടുന്ന വെല്ലുവിളികളും, അതുപോലെ തന്നെ ട്രംപിന് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയും എത്തി. സമാധാന ചർച്ചകൾ ട്രംപ് തുടങ്ങിയത് ഒരു
കണ്ണിൽ പൊടിയിടാനുള്ള ഒരു വിദ്യ മാത്രമായി. അതിനിടയ്ക്ക് ട്രംപ് ഇറാനിലെ പ്രക്ഷോഭകാരികളുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ അവിടെ ഒരു തദ്ദേശീയമായ ഒരു നീക്കവും അതോടൊപ്പം സൈനിക ആക്രമണം, ഇത് രണ്ടും ആണ് ഇപ്പോൾ ട്രംപ് ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇറാൻ ഒരു ആക്സിസ് ഓഫ് അലയൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പില് ഇറാഖിൽ ഒരു സംഘടനയുണ്ട്, അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. സിറിയയിൽ അവരുടെ അനുഭാവികൾ ഷിയാക്കളുണ്ട്. യമനിലെ ഹുതികളെ എല്ലാവർക്കും അറിയാം. യമനിലെ ഹുതികൾ വടക്കൻ യമൻ പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ലെബനനിൽ ഹെസ്ബള്ള, ഇസ്രായേൽ ഹെസ്ബള്ളയെ തകർക്കുന്നതിന് മുമ്പ് ഈ ഹെസ്ബള്ള മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു മിലിഷ്യയായിട്ട് മാറിക്കഴിഞ്ഞു. അതുപോലെ സുന്നി ഗ്രൂപ്പ് ആണെങ്കിലും ഹമാസ് ഇറാനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഒരു സുന്നി ഗ്രൂപ്പ്. അപ്പോ ഇവരെയൊക്കെ ആദ്യം ആക്രമിച്ചത് ഇറാനെ തകർക്കുക എന്നൊരു ലക്ഷ്യത്തിനാണ്. അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിന്റെ മാപ്പ് മാറ്റി വരയ്ക്കുക. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇറാൻ ഇവിടെ നമ്മളറിയാം, സദാം ഹുസൈനെ കൊന്നതിന് ശേഷം ഇറാഖിന് സംഭവിച്ചത് അത് ആയിരിക്കുമോ ഇറാന്റെ അവസ്ഥ? വളരെ ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ്. അതായത് സദാം ഹുസൈൻ ചെയ്യാത്ത തെറ്റാണ് അദ്ദേഹത്തിന് നേരെ ആരോപിച്ചത്. അവിടെ കെമിക്കൽ വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അവിടെ കെമിക്കൽ വെപ്പൺസ് ഒന്നും ഇല്ലായിരുന്നു. അമേരിക്ക അവരെ പിടിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞു വരുത്തിയ ഒരു സൃഷ്ടിച്ച ഒരു പുകമറയാണ്. അതുപോലൊരു പുകമറയാണ് ഇറാന്റെ അണ്വായുധ പദ്ധതി. ഇറാൻ അണ്വായുധം നിർമ്മിക്കുന്നതിന്റെ വക്കലെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന അമേരിക്ക പാകിസ്ഥാന്റെ അണ്വായുധത്തെ കുറിച്ച് മിണ്ടുന്നില്ലല്ലോ. ആ വടക്കൻ കൊറിയയുടെ അണ്വായുധത്തെ നേരിടാൻ അമേരിക്കക്ക് സാധിച്ചില്ലല്ലോ. എന്തായാലും ശരി, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഖമൈനിയെ കൊന്നു. ഇനി അദ്ദേഹത്തിന്റെ പിന്തുടർച്ചാ അവകാശികൾ കൃത്യമായിട്ട് ഇറാനിൽ മറ്റൊരു ഖമൈനി ഉടനെ ഉണ്ടാകും, അതോ അവിടെ അധികാര തർക്കം ഉടലെടുക്കും? 4-5 ആൾക്കാരുണ്ട് അവിടെ ഈ അടുത്ത ഖമൈനി എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതിൽ മുഖ്യം ഇപ്പോഴത്തെ ഖമൈനിയുടെ, അതായത് ആയത്തുള്ള അലി ഖമൈനിയുടെ പുത്രനായ മുസ്താബയാണ്. ആ മുസ്താബയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയായ വേറൊരാളുണ്ട്, കുടുംബത്തിലെ ആളല്ല, ഒരുപക്ഷെ അയാൾക്ക് ആ ഒരു സ്ഥാനലബ്ധി ഉണ്ടായേക്കാം. അതുമല്ലെങ്കിൽ ഇനി ഞാൻ മനസ്സിലാക്കുന്ന പാശ്ചാത്യ ശക്തികൾ 5ഓളം പേരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, പോസിബിൾ സക്സസേഴ്സ് എന്നുള്ള പേര്. ഇനി അവർക്കൊക്കെ എതിരെയും ആക്രമണം ഉണ്ടാകും. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ 2020 ഇറാന്റെ ഏറ്റവും പ്രമുഖ സൈനിക മേധാവിയായിരുന്ന കാസിം സുലൈമാനിയുടെ വധത്തോടെ ശേഷമാണ് അവിടെ ഒരു കൊലപാതക പരമ്പര ഉണ്ടായി. പിന്നീടാണ് പല നേതാക്കന്മാരെയും, ഹമാസിന്റെയും ഹെസ്ബള്ളയുടെയും ഇറാന്റെയും ഒക്കെ പല നേതാക്കന്മാർ കൊല്ലപ്പെട്ടു. അതില് ഇറാനിലെ ദമാസ്കസിലെ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിച്ചു തീർത്തു. ഇസ്മയിൽ ഹനിയ ടെഹ്റാനിൽ വെച്ച്, ഹമാസ് നേതാവായ ഇസ്രായേൽ ഹനിയ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെടുന്നു. അതുപോലെ ഹെസ്ബള്ള നേതാവായ ഹസൻ നസറള്ള കൊല്ലപ്പെടുന്നു. അപ്പോ ഇറാനെ വെറും ഒരു ഖമനിയെ തീർക്കുക മാത്രമല്ല അമേരിക്കയുടെ ലക്ഷ്യമെന്ന് അമേരിക്ക മുമ്പ് തന്നെ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കി. അതാണ് ഈ നേതൃനിരയെ തന്നെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കിയതിന്റെ കാരണം. ഇവിടെ ഇനിയിപ്പോ സ്വാഭാവികമായിട്ടും ഇറാന്റെ മുന്നിൽ വലിയ വഴികളൊന്നുമില്ല. കാരണം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര തന്ത്രപരമായിട്ടാണ് അമേരിക്ക ചെയ്തത്. ആദ്യം 2020 തൊട്ട് നേതൃനിരയെ പൂർണ്ണമായിട്ടും കൊല്ലപ്പെട്ടു. ഇറാന്റെ ഒരു ഹെലികോപ്റ്റർ ആക്രമണത്തിൽ അന്നത്തെ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാർ കൊല്ലപ്പെട്ടു. പിന്നീട് ഇറാന്റെ സഖ്യകക്ഷികളെ ഹെസ്ബള്ള, ഹമാസ് ഇവരെ തീർത്തു. മാത്രവുമല്ല ഉപരോധങ്ങളിലൂടെ ഇറാന്റെ സമ്പദ്ഘടനയെ ആകെ തകർത്തു. പക്ഷെ ഇറാൻ മറ്റേതു രാജ്യത്തിനേക്കാളും വ്യത്യസ്തമായ രാജ്യമാണ്. പോരാട്ടങ്ങളുടെ വീര്യമുള്ള രാജ്യമാണ്. പണ്ട് സദാം ഹുസൈൻ ഇറാൻ ആക്രമിക്കുമ്പോൾ യുദ്ധത്തിൽ സദാം ഈസിയായിട്ട് ജയിക്കുമെന്നായിരുന്നു പലരും വിചാരിച്ചിരുന്നത്.
പക്ഷെ വർഷങ്ങളോളം ആ യുദ്ധം നീണ്ടു ഇത് 40 കൊല്ലം നീണ്ടു നിന്ന യുദ്ധമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. ശരിക്കു പറഞ്ഞാല് സദാമിന്റെ ശക്തിയാണ് അതിനുശേഷം ക്ഷയിച്ചത്. ഇറാൻ പോരാട്ടത്തിന് ശേഷം കൂടുതൽ ശക്തമായിട്ട് മുന്നിട്ട് വരികയായിരുന്നു. പക്ഷെ സദാമോ ഇറാഖോ അല്ല. നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന യുദ്ധം നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം. അമേരിക്കയ്ക്ക് അറിയാം കരയുദ്ധം തുടർന്നു കഴിഞ്ഞാൽ, കരയുദ്ധത്തിന് വേണ്ടി അമേരിക്കൻ സൈന്യം കരയിൽ ഇറങ്ങിയാൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ട്രംപ് രാജ്യത്തോട് ചെയ്തൊരു പ്രക്ഷേപണത്തിൽ അദ്ദേഹം പറഞ്ഞു അമേരിക്കയ്ക്ക് ഒരുപാട് ആൾനാശം ഉണ്ടാകും, പക്ഷെ ഖമനയിയെ മാറ്റാതെ നമ്മൾ പിന്തുടരുന്നില്ല. ഡെത്ത് ഫോർ അമേരിക്ക എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 40 കൊല്ലമായി. ആ സിസ്റ്റം മാറിയേ പറ്റും. നിങ്ങൾ ആ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഖമനി എന്ന വ്യക്തിയല്ല ട്രംപ് ടാർഗറ്റ് ചെയ്ത്. ഖമനയെ ടാർഗറ്റ് ചെയ്യുന്നതിന് അല്ല ട്രംപിന്റെ ലക്ഷ്യം. ട്രംപിന്റെ ലക്ഷ്യം അവിടുത്തെ ഇസ്ലാമിക വിപ്ലവത്തെ തകർക്കുക എന്നതാണ്. ആ ഇസ്ലാമിക വിപ്ലവത്തെ തകർക്കുന്നത് വരെ ട്രംപ് പിന്നോട്ട് പോകില്ല എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. അതാണ് ഡെത്ത് ടു അമേരിക്ക എന്ന മുദ്രാവാക്യങ്ങളുമായി ഭരണത്തിലേറിയ ഒരു അധികാര സംവിധാനത്തെ നമ്മൾ ഇല്ലാതാക്കും എന്ന ഒരു വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് തുടക്കത്തിൽ തന്നെ നൽകിയത്. അപ്പോൾ അതിൽ നിന്നും ഒട്ടും ട്രംപ് പിന്നോട്ട് പോകും എന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും അശാന്തിയുടെ നാളുകൾ തന്നെ ആയിരിക്കും. വലിയ പോരാട്ടമായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. ആ പോരാട്ടം നടക്കാൻ പോകുന്നത് ഗ്രൗണ്ട് ഫോഴ്സസ് ഇറാഖിൽ ഇറങ്ങിയാൽ അമേരിക്കയ്ക്ക് കനത്ത നാശം സംഭവിക്കും. ഇറാന്റെ ഒരു പരിമിതി, അവരുടെ എയർഫോഴ്സ് വളരെ ദുർബലമാണ്. അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനം ദുർബലമാണ്. പക്ഷെ കരയിലിറങ്ങി ഒരു കരസേനയുടെ ഒരു യുദ്ധം വന്നാൽ അതോടുകൂടി ഈ ഒരു ഏകപക്ഷീയമായ ആക്രമണം അവിടെ തടയപ്പെടും. കാരണം അമേരിക്കയ്ക്കും ഇസ്രായേൽ ഒരു കാരണവശാലും അവിടെ കരയുദ്ധത്തിൽ പോകുമെന്ന് ഞാൻ കരുതുന്നു. ആ കരയുദ്ധം നടക്കാതെ, പക്ഷെ അതേസമയം മിസൈലുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെ അടുത്തെത്താൻ ഇറാന് പറ്റില്ല. കാരണം ഇറാന്റെ കയ്യിലുള്ള ആയുധങ്ങളൊന്നും പ്രിസിഷൻ ഓ ഗൈഡഡ് മ്യൂണിഷൻസോ അല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ ചുമ്മാതെ ഇറാന്റെ കയ്യിൽ ഹൈപ്പർസോണിക് വെപ്പണുണ്ട്. ഞാൻ പണ്ട് തൊട്ടേ നിങ്ങൾ ഈ ചർച്ചകളിലൊക്കെ ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, ഇറാന് യഥാർത്ഥത്തിൽ ഹൈപ്പർസോണിക് വെപ്പണില്ല. ഏതൊരു ബാലിസ്റ്റിക് മിസൈലും ആകാശത്തിലേക്ക് എന്നിട്ട് താഴോട്ട് റീ എൻട്രി നടത്തി താഴോട്ട് വരുമ്പോൾ അതൊരു ഹൈപ്പർസോണിക് മിസൈലായിരിക്കും. പക്ഷെ അതൊരു ഈ ആധുനിക ഹൈപ്പർസോണിക് മിസൈലല്ല. അതെന്ന് പറഞ്ഞാൽ ഈ ആകാശത്തിൽ നിന്ന് കുത്തനെ താഴോട്ട് വരുമ്പം വരുന്ന സ്വാഭാവിക വേഗതയാണ്. അതൊരു പ്രഡിക്റ്റഡ് പാത്തിലൂടെ വരുത്തും. നമുക്ക് മുൻകൂട്ടി പറയാം ഇന്ന രീതിയിൽ ആ മിസൈൽ അത് ഈസി ആയിട്ട് തകർക്കാം. ഇപ്പൊ നമ്മുടെ അഗ്നി 5 ആണെങ്കിൽ മാക് 25 താഴോട്ട് വരുന്നത്. ആലോചിച്ച് നോക്കുക. പക്ഷെ എന്താണ് ബ്രഹ്മോസ് വെറും മാക് 3 അടുപ്പിച്ച് വേഗതയുള്ള ബ്രഹ്മോസ് അതിനേക്കാൾ ഇഫക്റ്റീവ് ആണെന്ന് പറയുന്നത്? കാരണം എന്ന് വെച്ചാൽ അത് ക്രൂയിസ് മിസൈലാണ്. അത് വളയാം, തിരിയാം, ഗൈഡഡ് ആണ്, മിഡ് കോഴ്സ് കറക്ഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇറാന്റെ കയ്യിൽ അത്തരം ആയുധങ്ങളൊന്നുമില്ല. ഇറാന് സ്ക്രാംജെറ്റ് എഞ്ചിനും ഒന്നുമില്ല. ഇതൊക്കെ കാര്യം അറിയാൻ നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാർ കാൽപ്പനികമായിട്ട് ഇറാൻ ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്നൊക്കെ പറയും. അതിലൊന്നും ഒരു കാര്യമില്ല. പക്ഷെ ഇറാന് ശക്തിയുണ്ട്. ഞാനത് കുറച്ച് കാണുകയല്ല. ഇറാൻ എന്ന രാജ്യത്തിന് ഒരു കരയുദ്ധത്തിന് വേണ്ടി അമേരിക്ക ഇറങ്ങിയാൽ ഇറാന് തീർച്ചയായിട്ടും അമേരിക്കയെ പാഠം പഠിക്കും. പക്ഷെ അമേരിക്ക അത് മുൻകൂട്ടി കണ്ട് ഇനി ടോമോഹോക്ക് മിസൈലുകളുടെ ഒരു പ്രളയമായിരിക്കും. 2000-2500 കിലോമീറ്റർ അപ്പുറത്ത് നിന്നും അയക്കുന്ന പ്രിസിഷൻ ഗൈഡഡ് വെപ്പൺസ് ഇല്ലാത്ത കാരണം, അതായത് കൃത്യസ്ഥാനത്ത് പതിക്കാനും പറ്റുന്ന മിസൈൽ ഇല്ലാത്ത കാരണം അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളെ തകർക്കാൻ ഇറാന് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇറാന്റെ തീരത്തോടടുത്ത് വരുന്ന അമേരിക്കൻ കപ്പലുകളോ ബോട്ടുകളെയോ ഒക്കെ തകർക്കാനുള്ള മിസൈലുകൾ, ഡ്രോണുകൾ ഇറാന്റെ കയ്യിലുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ ദീർഘമായ ഒരു യുദ്ധം കുറച്ചു നാളത്തേക്കെങ്കിലും ഇറാൻ പിടിച്ചു നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇറാൻ ഇപ്രാവശ്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇസ്ലാമിക വിപ്ലവത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. എന്തായാലും ഒരു പോരാട്ടം കൂടാതെ ഇറാനികൾ വിട്ടുകൊടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അതേസമയം ഈ യുദ്ധത്തിൽ അന്തിമ വിജയം നമ്മൾക്ക് മാത്രം, ശാന്തിയും മോദവും നമുക്ക് മാത്രം എന്ന് ചിന്തിക്കേണ്ട, അത് അമേരിക്കയ്ക്ക് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് യുഗം മാറി, സാങ്കേതികതയുടെ യുഗമാണ്. ആ സാങ്കേതികതയിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ് പിന്നെ അമേരിക്കയും ഇസ്രായേലും. അവർ ഇന്ത്യയെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി ഇന്ത്യയുടെ അമേരിക്ക ഒപ്പം നിർത്തിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ട്. റഷ്യ, സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം തകർന്നതോടുകൂടി അമേരിക്കയ്ക്ക് സത്യം പറഞ്ഞ എതിരാളികൾ ഇല്ലാതായി. ചൈന, മറ്റൊരു യുദ്ധത്തിലും ചൈന പങ്കെടുക്കില്ല.
നിങ്ങൾ നോക്കിയാൽ മതി, പാകിസ്ഥാനെ ഇത്രയധികം പിന്തുണയ്ക്കുന്ന ചൈന ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പോൾ ഒരിക്കലും പാകിസ്ഥാനെ വേണ്ടി രംഗത്തിറങ്ങാറില്ല. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് സ്വയം പോരാടി നിൽക്കുക, അവിടുത്തെ തദ്ദേശീയമായിട്ടുള്ള പ്രക്ഷോഭം നടക്കുന്ന കാരണം ഇസ്ലാമിക വിപ്ലവം എന്ന ഒരു ആശയം തീർച്ചയായിട്ടും അത് അപകടത്തിൽ തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ നമുക്ക് അപ്ഡേറ്റ്സുമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ സംഭവ വികാസങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്നാണ്. ഇപ്പൊ തൽക്കാലം ഈ ഖമനയുടെ വധമാണ് ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയം. അത് സംഭവിച്ചു കഴിഞ്ഞു.